നമസ്കാരം. പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വാട്സപ്പിലേക്ക് വീട്ടിലിരുന്നുകൊണ്ട് ദിവസം 2000 രൂപ 6000 രൂപ നേടാം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരാറുണ്ടോ? യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് റിവ്യൂ ചെയ്യൂ, ഓരോ ടാസ്കിന് 123 രൂപ 200 രൂപ എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളിൽ നിങ്ങൾ പെട്ടുപോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ കാണുക. വാട്സപ്പിൽ ഇങ്ങനെ വരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതിലൂടെ ഓരോ ടാസ്കുകൾ ചെയ്ത പ്രതിദിനം സാധാരണക്കാരിൽ നിന്ന് നഷ്ടമാകുന്നത് വലിയ തുകകളാണ്. വാട്സപ്പ്, ടെലഗ്രാം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ സ്കാമിൽ സാധാരണക്കാരെ പെടുത്തുന്ന കുറേ ടാസ്കുകളാണ് ഉള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കാം. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചില ലിങ്കുകൾ അയച്ചു തരികയാണ്. ആ ലിങ്കുകളിൽ നമ്മൾ കയറിയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്ര ടൈം വാച്ച് ചെയ്യുക എന്നിങ്ങനെയൊക്കെയാണ് അവർ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രകാരം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് അവർ തരുന്നുണ്ട്. അതിനുശേഷം ഇവരൊരു ടെലഗ്രാമിൻ്റെ ലിങ്ക് അയച്ചു തരുന്നുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ റിസപ്ഷനിസ്റ്റ് തരും എന്നുള്ളൊരു ഇൻഫർമേഷനാണ് തരുന്നത്. അത് പ്രകാരം നമ്മൾ ലിങ്കിൽ കയറുന്നു. ലിങ്കിൽ കയറി കഴിയുമ്പോൾ അതിലിരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നു. അവർ പറയുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു. ഇങ്ങനെ ടാസ്കുകളുടെ ലിസ്റ്റുകൾ നമുക്ക് അയച്ചു തരുന്നു. 3 വീഡിയോ കണ്ട് കഴിയുമ്പോൾ 123 രൂപ തരുന്നു. അതിന് ശേഷം 4ാമത്തെ ടാസ്ക് ക്യാഷ് ഇട്ട് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഇവരിതിൽ പറയുന്ന പ്രകാരം നമ്മൾ ടാസ്കുകൾ ചെയ്ത് ചെറിയ എമൗണ്ട് തന്ന് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ ഇവർ ബാക്കിയുള്ള ടാസ്കുകൾ അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം ഒരു ഗ്രൂപ്പിലും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മെസ്സേജുകൾ, അവരിടുന്ന ക്യാഷിൻ്റെ ഡീറ്റെയിൽസുകൾ, അവർക്ക് കിട്ടുന്ന ക്യാഷിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെയാണ് അതിൽ മെയിൻലി കാണിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും ഒരു ടീമാണ്. ഇതിൽ നമ്മൾ മാത്രമാണ് പുറത്തുനിന്നുള്ളൊരു വ്യക്തി. പിന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഒരു ടീമായിട്ട്, ഒരു ടീം വർക്കായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റായിട്ട് പറയുന്നത്. ആ ഒരു വ്യക്തി നമുക്ക് തരുന്ന അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് 1382 രൂപ ലഭിക്കുന്നു എന്നാണ്. ചെറിയ എമൗണ്ടാണ്, നമ്മുടെ കയ്യിലുള്ള എമൗണ്ടാണെന്ന് കരുതി നമ്മളിതിലേക്ക് ഇറങ്ങിത്തിരിക്കും. ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് കഴിയുമ്പോൾ ഇവർ ഒരു ട്യൂട്ടറെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ആ ട്യൂട്ടർ പറയുന്ന പ്രകാരമാണ് പിന്നീടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിൽ ഇവരുടെ കമ്പനിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഡിജിറ്റൽ ട്രേഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഈ ട്യൂട്ടറിൽ ഇതിലേക്ക് മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ലിങ്ക് തരുന്നുണ്ട്. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അയാളുമായിട്ട് സംസാരിക്കാനുള്ളൊരു ടെലഗ്രാമിൻ്റെ പേജ് ഓപ്പണായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ ടെലഗ്രാമിൻ്റെ പേജ് ഓപ്പണായിട്ട് വരുമ്പോൾ നമ്മളോട് ആദ്യം ഫണ്ട് ഇടാൻ പറയുന്നുണ്ട്. ഫണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഓരോരോ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ്. അതായത് ട്രേഡിംഗ് അറിയാത്ത നമ്മളെ കൊണ്ട് ട്രേഡിംഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരികയാണ്. അതിൽ പ്രകാരം നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ തീരുന്നില്ല, അടുത്ത ഓരോരോ ടാസ്കുകൾ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ്. 1,00,000 രൂപ അല്ലെങ്കിൽ 76,000 രൂപ എന്നൊക്കെ പറഞ്ഞ ടാസ്കുകൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ടാസ്കുകൾ ചെയ്താലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ ചെറിയ എമൗണ്ടിൽ തുടങ്ങി വലിയ എമൗണ്ടിൽ അവസാനിപ്പിച്ച് ലാസ്റ്റ് ഇടാൻ ഫണ്ട് ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്, എന്താണ് ചതിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം. ഇങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യനിങ് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെട്ടുപോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് 1930 എന്നുള്ള സൈബർ സെല്ലിൻ്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയാണ് ചെയ്യേണ്ടത്. അതിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യും. അതിനുശേഷം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മുടെ ഫണ്ട് കിട്ടുമെന്നുള്ളതിന് സർക്കാർ ഗ്യാരണ്ടി പറയുന്നുണ്ട്. കിട്ടിയിട്ടുള്ള ആൾക്കാരുകൾ താഴെ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാം. പെട്ടുപോകുന്നതിന് മുന്നേ യൂട്യൂബിൽ കയറി ഇതുപോലെയുള്ള വീഡിയോസ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പെട്ടുപോയതിന് ശേഷം കരയാതിരിക്കുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇതാണ്.